അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഡിബേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 2 ടീമായിട്ടാണ് മത്സരിക്കുക. അതിൽ ആദ്യത്തെ ടീം അക്ബർ, ആര്യൻ, അനുമോൾ, നൂറ, നെവിൻ, ജിസേൽ, ജിഷിൻ. രണ്ടാമത്തെ ടീം അനീഷ്, ഷാനവാസ്, ആദില, ലക്ഷ്മി, ബിന്നി, അഭിലാഷ്, സാബുമാൻ. 3 വിഷയങ്ങളാണ് ഡിബേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കൊടുത്തിരുന്നത്. ഡിബേറ്റ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പിന്തുടരണം എന്ന് ഒരു ടീമും, അങ്ങനെയല്ല അതിലെ പഴുതുകളും സാധ്യതകളും മനസ്സിലാക്കി പിന്തുടരണം എന്ന് രണ്ടാമത്തെ ടീമും പറയുക. അങ്ങനെ പരസ്പരം ഡിബേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, ഒരു ടാസ്ക് നൽകി കഴിഞ്ഞാൽ അത് വിജയകരമായി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെക്കാൾ കൂടുതൽ ആ ടാസ്ക് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലെന്ന് ഒരു ടീമും, അങ്ങനെയല്ല എന്ന് മറു ടീമും വാദിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ വീട്ടിൽ ആദ്യമായി വന്നപ്പോഴുള്ള ആവേശത്തിനും ബിഗ് ബോസിന് നൽകിയിട്ടുള്ള വീരവാദത്തിനും എതിരെയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ഒരു ടീമും, അങ്ങനെയല്ല എന്ന് മറു ടീമും വാദിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഉള്ളവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായി എന്നുള്ളത് ഈ ഡിബേറ്റ് ടാസ്കിലൂടെ, ഈ 3 ചോദ്യങ്ങളിലൂടെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒറിജിനൽ ബിഗ് ബോസിന് മനസ്സിലായി, പക്ഷേ അകത്തുള്ളവർക്ക് മനസ്സിലായി കാണാൻ വഴിയില്ല എന്നുള്ളതാണ്. ഇതിൽ നന്നായിട്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ഡിബേറ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിബേറ്റ് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്, അപ്പം ഇവർക്കറിയാം ഇവർ കാണിക്കുന്നത് മൊത്തം ആണെന്നും ഏത് ടാസ്ക് കൊടുത്താലും അത് ഇവർ കൊളാക്കാൻ ശ്രമിക്കുമെന്നുള്ളതും, ടാസ്കിൻ്റെ ലൂപ്പ് ഹോള് പലതും കണ്ടുപിടിക്കാതെ ടാസ്ക് കൊളാക്കാനാണ് ഇവർ കൂടുതലും ശ്രമിക്കുക എന്നുള്ളതൊക്കെ ഇവർക്ക് തന്നെ അറിയാമെന്നുള്ളതാണ് ഈ ഡിബേറ്റ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ സീരിയസ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് തന്നെ ഈ ടാസ്കിലൂടെ ഇവരെ ഡയറക്റ്റായിട്ട് അറിയിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഗെയിം കളിക്കുന്നതെന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത്. പക്ഷേ ഇതുവരെ കുറേ സൂചനകൾ ഇതുപോലെ അവർക്ക് കൊടുത്തിട്ടും അവർ നന്നാവാത്തത് കൊണ്ട് തന്നെ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. നന്നായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത്. ഏതായാലും ഈ ഡിബേറ്റിൽ 2 ടീമും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഉദാഹരണ സഹിതം തന്നെ ആ വീട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും വ്യക്തികളെയും ഉദാഹരണം വെച്ച് തന്നെ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2-1 എന്നുള്ള നിലയിൽ അക്ബറിൻ്റെയും ആര്യൻ, അനുമോളൊക്കെ അടങ്ങുന്ന ആ ഒരു ടീമാണ് ഈ ഡിബേറ്റിൽ വിജയിച്ചിട്ടുള്ളത്.